ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഇവിടെ പറയുന്ന ഭാഗവത കഥ കുബേര നന്ദനന്മാരുടെ കഥയാണ്. അവർക്കൊരു ശാപമേറ്റു. ഇത് ഭാഗവതത്തിലെ ബാലലീലകളിൽ പെടുന്ന ഒരു കഥയാണ്. ഉലൂഖല ബന്ധനം കഴിഞ്ഞിട്ട് വരുന്ന കഥയാണ് ഈ കുബേരനന്ദനന്മാരുടെ കഥ. ആ ശാപം കിട്ടിയ കാരണം എങ്ങനെയാണ് എന്നും ശാപമോചനം കിട്ടിയത് എങ്ങനെയാണെന്നുമാണ് ഈ കുബേരനന്ദനന്മാരുടെ കഥയിൽ കൂടി ഇന്ന് ഇവിടെ ചിന്തിക്കുന്നത്. ഈ കുബേരനന്ദനന്മാരായ നളകൂബരനും മണിഗ്രീവനും രണ്ട് മരുത് വൃക്ഷങ്ങളായി വൃന്ദാവനത്തിൽ ആണ്. അപ്പോൾ ഇവര് എന്ത് പാപം ചെയ്തിട്ടാണിത് വന്നത് എന്നാണ് ഈ കഥയിൽ കൂടി പറയുന്നത്. ശിവഭക്തന്മാരിൽ പ്രമുഖനാണ് കുബേരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും ശിവഭക്തന്മാരായി തീരേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അവരെ ഐശ്വര്യമതം പൂണ്ട് അഹങ്കാരികളായി മദ്യപാനത്തിൽ മുഴുകി കഴിയുകയായിരുന്നു. ഒരിക്കലെ അവരെ പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് ശിവസാന്നിധ്യമുള്ള കൈലാസത്തിനരികിലുള്ള ഒരു ഉദ്യാനത്തിൽ സ്ത്രീകളുമായി ചേർന്ന് മദ്യപാനം നടത്തി. അങ്ങനെ പാട്ടുപാടി രസിക്കുകയായിരുന്നു. താമരപ്പൂക്കള് നിരന്ന് നിൽക്കുന്ന ഗംഗയിലെ പിടിയാനകളുമായി ചേർന്ന് വിളയാടുന്ന രണ്ടു മത്തേഭങ്ങളെ പോലെ യക്ഷന്മാര് സ്ത്രീകളുമായി ചേർന്ന് ജലക്രീഡ നടത്തി. ഈ സമയത്താണ് ദേവർഷിയായ നാരദ മഹർഷി അവിടെ വന്നു ചേർന്നത്. അദ്ദേഹം കുബേരനന്ദന്മാരെ കാണുകയും ചെയ്തു. വിവസ്ത്രകളായ ദേവാംഗനന്മാർ നാരദരെ കണ്ട് ലജ്ജിച്ചു. അവര് ശാപഭീതി ഭയന്ന് പെട്ടെന്ന് തന്നെ വസ്ത്രം എടുത്തെടുത്ത് കരയ്ക്കു കയറി. എന്നാൽ യക്ഷന്മാർ നാരദനെ കണ്ടതായി ഭാവിക്കുകയോ കരയ്ക്കു കയറുകയോ ചെയ്തില്ല. മദ്യപത്തരും ഐശ്വര്യമതം പൂണ്ടവരുമായ അവരെ ശാപം കൊണ്ട് നന്മയിലേക്ക് നയിക്കാം എന്ന് കരുതി നാരദ മഹർഷി. എപ്പോഴും അങ്ങനെയാണ്. ശാപം എപ്പോഴും ഒരു നന്മയായിട്ടാണ് വരാറ് പതിവ്. ഇഷ്ടസുഖങ്ങളിൽ മുഴുകുന്നവൻ്റെ ചിന്താശക്തി ഇല്ലാതാക്കുന്നതാണ് ഐശ്വര്യം കൊണ്ടുള്ള മതം. ഞാൻ കുലീനനാണ്, വിഖ്യാതനാണ്, പണ്ഡിതനാണ് മുതലായ അഹങ്കാരങ്ങൾ ജനിപ്പിക്കുന്നത് രജോ ഗുണം കൊണ്ടാണ്. സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം, പ്രാണിഹിംസ എന്നിവ ദുർഗുണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ശരീരം അനശ്വരമെന്നവർ കരുതുന്നു. നിർദ്ദയന്മാരും ഇന്ദ്രിയാധീനത്തിന് അതീതമായിട്ടുള്ളവരും ഒരു മടിയും കൂടാതെ ജന്തുഹിംസ നടത്തും. രാജാവ്, ബ്രാഹ്മണർ എന്നിവരുടെ ശരീരം പോലും അവസാനം പുഴുവായോ മലമായോ ചാരമായോ മാറുന്നു. അങ്ങനെയുള്ള ശരീരം നിലനിർത്തുന്നതിനായി പ്രാണിഹിംസ ചെയ്യുന്നവൻ ജീവിത ലക്ഷ്യം എന്തെന്ന് അറിയൂല. ഹിംസ ചെയ്താലത്തെ ഫലം നരകമാണ്. ശരീരം ആർക്കും സ്വന്തമല്ലേ? അന്നം നൽകി അതിനെ പോഷിപ്പിച്ചവനോ പിതാവിൻ്റെ വീര്യത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ടോ പിതാവിനോ മാതാവിനോ ഗർഭത്തിൽ വളർന്നു എന്നതിനാൽ മാതാവിനോ അച്ഛനു ജന്മം നൽകിയ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ജനപാലകനായ രാജാവിനോ വില കൊടുത്തു വാങ്ങിയ ധനികനോ അത് സ്വന്തമല്ല. ദഹിപ്പിക്കുന്ന അഗ്നിക്ക്, തിന്നൊടുക്കുന്ന കീടങ്ങൾക്ക് പോലും അത് സ്വന്തമല്ല. ഈ മട്ട് ചിന്തിക്കുമ്പോഴോ സർവസാധാരണവും അവിടെ നിന്നുണ്ടായി അല്ലേ? സർവസാധാരണവും എവിടെ നിന്നാണ് അതുണ്ടായത്?
എവിടേക്കത് ചെന്നെത്തണത്? ഇതൊന്നും അറിയാത്തതായ ശരീരത്തെ നമ്മൾ സ്വന്തമാണെന്ന് കരുതി അതിനെ രക്ഷിക്കാനായി യജ്ഞിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് മൂഢന്മാർ എന്ന് പറയുക. ഐശ്വര്യമതം കൊണ്ട് കണ്ണ് കാണാതായവന് പറ്റിയ സിദ്ധ ഔഷധമാണ് ദാരിദ്ര്യം. ജന്തുക്കളെ ദരിദ്രൻ തന്നെ പോലെ തന്നെ കാണുന്നു. മുള്ളു തറച്ചാലുണ്ടാവുന്ന വേദന അത് അനുഭവിച്ചറിഞ്ഞവൻ മനസ്സിലാക്കുന്നു. ആ വേദന മറ്റുള്ളവർക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മുള്ളു തറച്ചാലുണ്ടാകുന്ന വേദന അറിഞ്ഞിട്ടില്ലാത്തവനോ മറ്റുള്ളവരുടെ വേദന അറിയില്ല. ദരിദ്രൻ അഹങ്കാരിയായി തീരാറില്ല. യാദൃച്ഛികമായി കഷ്ടങ്ങൾ വന്നു ചേരുമ്പോൾ അത് അവന് തപസ്സും ഈശ്വര പൂജയുമായിട്ട് തീരണം. അപ്പോൾ ഈ പൈതാഹശാന്തിക്ക് വഴിയില്ലെന്ന് വരുമ്പോൾ ഇന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ ഹിംസ്യമില്ലാതാകും. സമദർശികളായ സജ്ജനങ്ങളെ മമതാബന്ധങ്ങൾ ഇല്ലാത്തവരാവും. ഭഗവാന്റെ തത്വങ്ങൾ അറിയുന്നവരായിരിക്കുകയും ചെയ്യും. അവരൊരിടത്ത് ഒതുങ്ങി നിൽക്കാതെ ലോകസഞ്ചാരം നടത്തുന്നവരാവും. ദരിദ്രനും ബന്ധുമിത്രാദികളില്ലാത്തതിനാൽ അവരും ലോകസഞ്ചാരം നടത്താറുണ്ട്. ജ്ഞാനികളുടെ സഞ്ചാരം പരദുഃഖശാന്തിക്കായിട്ടാ. എന്നാൽ ദരിദ്രരോ അവർക്ക് ബന്ധുക്കളായിത്തീരും. അപ്പോൾ അവരും ശുദ്ധ മാനസരായിത്തീരും. ഈ സമദർശികളും തൃപ്പാദാശ്രിതരുമായ സജ്ജനങ്ങൾക്ക് ദുർജനങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യമതം പൂണ്ടവരും മദ്യപന്മാരും സ്ത്രീലംഭടരും ഇന്ദ്രിയാധീനരുമായി കഴിയുന്നവരുടെ അജ്ഞാനം ഇല്ലാതാക്കും. ലോകപാലകനായ കുബേരൻ്റെ മക്കളായ നളകൂബരനും മണിഗ്രീവനും അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ട് തങ്ങൾ വിവസ്ത്രരാണെന്ന പരമാർത്ഥം പോലും അവർ വിസ്മരിച്ചു. അതുകൊണ്ട് തന്നെ ഇവരെ ഈ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കാനായിട്ടാണ് നാരദ മഹർഷി ശാപം കൊടുത്തത്. ഇവരൊരു മരങ്ങളായി ഭവിക്കട്ടെ. വൃക്ഷങ്ങളായി തീർന്നാലും ഈ സ്മരണ ഇവരിൽ നിലനിൽക്കും. 100 വത്സരം കഴിയുമ്പോൾ വസുദേവാത്മജനായ ശ്രീകൃഷ്ണൻ ഇവർക്ക് അരികിലെത്തും. അപ്പോൾ വൃഷാവസ്ഥ നീങ്ങി ദേവത്വം തിരികെ ലഭിക്കും. അതോടെ ഭഗവത് ഭക്തി ഉളവാക്കുകയും ചെയ്യും. ഭഗവാനെ സ്മരിക്കുന്നില്ല ഇപ്പോഴേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം. അപ്പം എന്നും ശാപം ഒരു അനുഗ്രഹമായിട്ടാണ് ഉണ്ടാവാറ്. നാരദർ നാരായണാശ്രമത്തിലേക്ക് പോയി ശാപമൊക്കെ കൊടുത്തതിന് ശേഷം കുബേരനന്ദനന്മാർ വ്രജത്തിലെ യമളാർജുന വൃക്ഷങ്ങളായി നിലകൊള്ളുകയും ചെയ്തു. ഭഗവത് ഭക്തനായ നാരദന്റെ വാക്ക് സത്യമാക്കി തീർക്കുന്നതിനായി ശ്രീകൃഷ്ണൻ ഉരലും വലിച്ച് യമളാർജുന വൃക്ഷങ്ങൾക്ക് അരികിലെത്തി. നാരദൻ ഭക്തോത്തമനാണേ, ഇവരാവട്ടെ കുബേരനന്ദന്മാരുമാണ്. ആ സ്ഥിതിക്ക് മുനിയുടെ വാക്ക് പാലിക്കണമല്ലോ. ഈ മട്ടിൽ ചിന്തിച്ച് ശ്രീകൃഷ്ണൻ ഒപ്പം വളർന്നു നിൽക്കുന്ന ആ മരങ്ങൾക്കിടയിലൂടെ ഉരലും വലിച്ചങ്ങട് മറുവശത്തേക്ക് കടന്നു. അപ്പോൾ ഉരൽ മരത്തിൽ വിലങ്ങനെ അവിടെ നിന്നു. കണ്ണൻ 2 മരത്തിൻ്റെയും മുന്നിലേക്ക് എത്തി. പക്ഷെ ഉരലെ ആ 2 മരത്തിൻ്റെ ഇടയിൽ വിലങ്ങടിച്ചവിടെ നിന്നു. ആ വിഷമം തീർക്കുന്നതിനായി കൃഷ്ണൻ ബലമായിട്ടൊന്ന് മെല്ലെ ഇങ്ങോട്ട് വലിച്ചു ഉരലിനെ. അപ്പോൾ ആ 2 മരങ്ങളും വലിയൊരു ശബ്ദത്തോടെ അങ്ങോട്ട് നിലം പൊത്തി. കടപുഴകി വീണ മരങ്ങളിൽ നിന്ന് നളകൂബര മണിഗ്രീവന്മാർ ദിവ്യപ്രഭ പരത്തി അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. മംഗളസ്വരൂപനായ ഭഗവാനെ അവർ ഭക്തിപൂർവം വണങ്ങി. എന്നിട്ട് ഇങ്ങനെ സ്തുതിച്ചു: ഭഗവാനെ കൃഷ്ണ, അവിടുന്ന് ആദ്യനും പരമപുരുഷനും വ്യക്താവ്യക്തനുമാണ്. ഈ ലോകം അവിടുത്തെ സ്വരൂപമു തന്നെയാണ്.
സകല ഭൂതാന്ത സ്ഥിതമായ അവിടുത്തെ ബുദ്ധി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. നിത്യനും സർവവ്യാപകനും സർവനിയന്താവുമായ അവിടുന്ന് കാലം തന്നെയാണ്. സത്വരജസ്തമോ ഗുണാത്മകമായ സൂക്ഷ്മ പ്രകൃതിയും മഹത്തത്വവും സമസ്ത ഐശ്വര്യങ്ങളും ഒന്ന് ചേർന്ന പുരുഷോത്തമനും അവിടുന്ന് തന്നെയാണ്. പ്രകൃതി ഗുണങ്ങൾ വഴി അറിയാൻ കഴിയുമെങ്കിലും ദൃശ്യവികാരങ്ങൾ വഴി അറിയാൻ കഴിയാത്ത ഗുണങ്ങളോട് കൂടിയ അങ്ങയെ ശരിക്കും മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. തന്നിൽ നിന്നുണ്ടായ ഗുണങ്ങൾ കൊണ്ട് മൂടപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയവനും സൃഷ്ടികർത്താവും പരബ്രഹ്മവുമായി പ്രവർത്തിക്കുന്ന വസുദേവാത്മജന് നമസ്കാരം എന്ന് പറഞ്ഞ് അവർ സ്തുതിക്കാൻ തുടങ്ങി. സമയമായിട്ടും തെല്ലധികമായിട്ടും തീരെ ഇല്ലാത്ത മൂർത്തിഹീനനായിട്ടും നിന്ന് ഉത്കട വൈഭവത്തോടെ ഭക്തരെ രക്ഷിക്കുന്നതിനായി അവതാരമെടുക്കുമ്പോൾ എല്ലാവരും സംശയലേശം പോലുമില്ലാതെ അങ്ങയുടെ അവതാരതത്വം മനസ്സിലാക്കുന്നു. സർവ അഭീഷ്ടങ്ങളും അരുളുന്ന അവിടുന്ന് സർവലോകങ്ങളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കായിട്ട് പരിപൂർണഭാവം പൂണ്ട് അവതരിച്ചിരിക്കുന്നു. ഭഗവാനെ കല്യാണമൂർത്തെ ഭവാന് നമസ്കാരം. സർവാശ്രയനും സ്വയം പ്രകാശകനും ശാന്തനും യദുവംശ ഉത്തമനുമായ ഭഗവാന് നമസ്കാരം. സർവവ്യാപിയായ ഭഗവാനെ അവിടുത്തെ ദാസദാസനായിരിക്കുന്ന ഞങ്ങൾക്ക് യാത്രാനുമതി നൽകിയാലും അപരാധികൾ ആണ് ഞങ്ങൾ. എങ്കിലും നാരദ മഹർഷിയുടെ അനുഗ്രഹം നിമിത്തം അങ്ങയുടെ ദർശന പുണ്യം ഞങ്ങൾക്ക് കൈവന്നു. ഭഗവാനെ ഞങ്ങളുടെ വാക്കുകൾ അവിടുത്തെ ഗുണവർണ്ണനത്തിനും കർണങ്ങൾ കഥാശ്രവണത്തിനും ഹസ്തങ്ങൾ പൂജയ്ക്കും മനസ്സ് തൃപ്പാദ സ്മരണത്തിനും ശിരസ് നമസ്കരിക്കുന്നതിനും കണ്ണുകൾ ഭക്തന്മാരെ ദർശിക്കുന്നതിനും വേണ്ടിയുള്ളതായി തീരണേ. കുബേര നന്ദന്മാരുടെ ഈ സ്തുതികളെല്ലാം കേട്ടു ഉരലിൽ ബന്ധിക്കപ്പെട്ട നിലയിലായ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഐശ്വര്യമതം പൂണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ചെയ്തത്. ഈ കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ശക്തി ഇല്ലാതെയായി തീർന്ന നിങ്ങൾക്ക് ഇനിമേലിൽ ഇത്തരം ബുദ്ധിനാശം സംഭവിക്കാതിരിക്കുന്നതിനായി നാരദൻ നിങ്ങളെ അനുഗ്രഹിച്ചതാണ്. അതാണ് ശാപമായി മാറിയത്. ഇത് ഞാൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ജന്മസിദ്ധമായ ഐശ്വര്യം നശിച്ച ജന്മം തന്നെ നിഷ്ഫലായിത്തീരും. നാരദൻ നൽകിയ അനുഗ്രഹം ശാപമല്ല, ശരിക്കും നശിക്കാത്ത സമ്പത്ത. ഒരു പ്രാവശ്യം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജന്മത്തിൽ വേറൊന്നും വേണ്ട. സ്വധർമ്മനിരതനും ആത്മജ്ഞാനികളും ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചവരുമായ നിങ്ങൾക്ക് ഈ ദർശനം അജ്ഞാനാന്ധകാരത്തെ സൂര്യൻ ഇരുട്ടിനെ എന്ന വിധം അകറ്റുന്നതായിരിക്കും. നിങ്ങൾ ആ ശാപം നിങ്ങൾക്ക് തന്നാലും അത് നിങ്ങൾക്കൊരനുഗ്രഹമായിട്ടാണ് മാറിയത്. എൻ്റെ ദർശനം കിട്ടിയോടുകൂടി തന്നെ നിങ്ങളെ ഭാഗ്യവാന്മാരായി. നിങ്ങൾക്കിനി മുക്തിക്ക് പറ്റൊന്നും ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നളകൂബര മണിഗ്രീവ, നിങ്ങൾ ഇനി സ്വന്തം വസതിയിലേക്ക് പോയിക്കൊള്ളൂ. സംസാര ദുഃഖം അകറ്റുന്ന എന്നിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഇത് പറഞ്ഞപ്പോൾ കുബേര മക്കൾ ഇരുവരും പിന്നെയും ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്തു. ഉലൂഖല ബന്ധനത്തിൽ തന്നെയായ കൃഷ്ണന്റെ അനുവാദത്തോടെ ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി അവർ യാത്രയായി. ഈ അധ്യായം ഈ നളകൂബര മണിഗ്രീവന്മാരുടെ കഥ കേൾക്കുന്ന എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും ദീർഘമായ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവും എന്നതിൽ നിന്ന് യാതൊരു സംശയവുമില്ല.
എല്ലാവർക്കും ഈശ്വര കൃപ ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾ എല്ലാം തന്നെ ശ്രീകൃഷ്ണപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിൽ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ.